ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. പണ്ട് പ്രജകൾ വളരെ കുറച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിൽ, നമ്മളെ വേദങ്ങളൊക്കെ ഉണ്ടായ കാലഘട്ടത്തിൽ, ജനങ്ങളുടെ വർധനയ്ക്ക് വേണ്ടിയിട്ട് മഹർഷിമാർ പോലും വിവാഹം ചെയ്ത് പുത്രോത്പാദനം നടത്തിയിരുന്നു. എന്നാൽ സാധാരണ ജനങ്ങളാവട്ടെ, അവരെ പറഞ്ഞ് ഒരു ധാരണ വരുത്തിയിരിക്കുന്നു, മക്കളുണ്ടായാൽ മാത്രമേ മാതാപിതാക്കൾക്ക് ഗതിയുള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ മക്കളുണ്ടായാൽ വയസ്സാകുമ്പോൾ താങ്ങും തണലുമായി മക്കളുണ്ടാകുമല്ലോ എന്ന കണക്കുകൂട്ടൽ പലപ്പോഴും ശരിയായിരിക്കാം. എന്നാൽ മരിച്ചുപോയ ജീവന് ഗതി കിട്ടണമെങ്കിൽ മക്കൾ പിതൃക്രിയ ചെയ്യണം എന്ന് ഇന്നും ഒരാചാരം നടക്കുന്നു. എന്നാൽ ആത്മസാക്ഷാത്കാരം നേടിയ മഹത്തുക്കൾ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നാം ഇവിടെ ഇത്തരത്തിൽ ഗതി കിട്ടാൻ മക്കൾ ക്രിയ ചെയ്താൽ മതി എന്നാൽ, എൻ്റെ ജീവൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും തന്നെ ചെയ്യാതെ എല്ലാം മരിച്ചു പോയാൽ മക്കൾ ഇവിടെ നിന്ന് ചെയ്തു തരും എന്ന ഒരു കണക്ക് കൂട്ടലിൽ മനുഷ്യനെ സദ്ഗതിയിലേക്ക് നീങ്ങാനുള്ള പ്രേരണയെ തടയുക കൂടി ചെയ്യുന്നു. ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒക്കെ എൻ്റെ മക്കൾ എനിക്ക് ഗതി തരും എന്ന് പറയും. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെയല്ല. എൻ്റെ ഉയർച്ചയ്ക്ക് ഞാൻ തന്നെ ശ്രമിക്കണം. എൻ്റെ താഴ്ചയ്ക്ക് കാരണം ഉയർച്ചയ്ക്കുള്ള ശ്രമം ഇല്ലായ്മയാണ്. അതിനാൽ എൻ്റെ ജീവൻ ഉത്കൃഷ്ടമായ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ അതിനു വേണ്ട ശ്രമം ഞാൻ തന്നെ ചെയ്യണം. അതിനാൽ പുത്രനുണ്ടായാൽ ഗതിയുണ്ടെന്ന് മർത്യന്മാർ മോഹിച്ചു കൊണ്ടാടുന്നു. പുത്രനുണ്ടാൽ വിശപ്പച്ചേനടങ്ങുമോ, എത്രയാണ് അജ്ഞാനം ചിത്രം ചിത്രം. ഇത് നമ്മൾ ഒന്ന് വിചിന്തനം ചെയ്യേണ്ട ഒന്നാണ്. കാരണം പുത്രനുണ്ടായാൽ ഗതിയുണ്ടെന്ന്, എല്ലാ മനുഷ്യനും ഒരു മക്കളില്ലെങ്കിൽ അവരുടെ ജീവൻ നരകത്തിൽ ആയിരിക്കും ചെന്ന് വീഴുന്നത്. അതുകൊണ്ടൊരു പുത്രനെ ദത്തെടുത്തെങ്കിലും വളർത്തണം, എന്നിട്ട് പുത്രനെന്ന് സങ്കല്പിച്ച് ക്രിയ നടത്തണം എന്നെല്ലാം പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നു. എന്നാൽ അത് ഏതുപോലെയാണ്? അതിനൊരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്, പുത്രനുണ്ടാൽ വിശപ്പച്ചേനടങ്ങുമോ. പുത്രനുണ്ട് കഴിഞ്ഞാൽ അച്ഛൻ്റെ വിശപ്പ് എങ്ങനെ അടയോ? അച്ഛൻ്റെ വിശപ്പ് അടങ്ങണമെങ്കിൽ അച്ഛൻ തന്നെ കഴിക്കണം. അതുപോലെ നാം ഉയരണമെങ്കിൽ ഭഗവത്ഗീതയൊക്കെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, നമ്മുടെ ശത്രുവും നാം തന്നെയാണ്, നമ്മുടെ മിത്രവും നാം തന്നെയാണ്. നമ്മെ താഴ്ത്തുന്നതാണ് നമ്മുടെ ശത്രു, നമ്മെ ഉയർത്തുന്ന നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ ബന്ധുവും. അതുകൊണ്ട് നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടത് നാം തന്നെ ചെയ്യണം. അതാണ് പുത്രനുണ്ടാൽ വിശപ്പച്ചേനടങ്ങുമോ. മക്കളുണ്ട് കഴിഞ്ഞാൽ അച്ഛൻ്റെ വിശപ്പടങ്ങുമോ? അച്ഛാ നിങ്ങൾ അവിടെ ഇരിക്കി, ഞാൻ ഇത്തിരി ചോറുണ്ണട്ടെ, ഞാൻ ഉണ്ട് കഴിഞ്ഞാൽ നിങ്ങളെ വയറ് നിറയും എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വിശപ്പടങ്ങുമോ? അച്ഛൻ്റെ വിശപ്പടങ്ങണമെങ്കിൽ അച്ഛനുണ്ണുക തന്നെ വേണം. അതുപോലെ അച്ഛൻ്റെ ജീവൻ്റെ ഉദ്ഗതിക്ക് വേണ്ട കർമ്മങ്ങൾ അച്ഛൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യണം. അച്ഛനല്ല ആരായാലും നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടത് നാം ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം. മറ്റുള്ളവർ അത് ചെയ്യും എന്നതിന് എന്താ തെളിവ്? മറ്റുള്ളവർ ചെയ്തോളണം എന്നില്ല. അതിനാൽ ഒരു ദുഷ്പുത്രനാണെങ്കിൽ അച്ഛന് ഗതി ഉണ്ടാകുന്നതിന് വേണ്ടി ഒന്നും ചെയ്യില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നല്ല പുത്രനാണ് ഉണ്ടായതെങ്കിൽ സൽഗതി കിട്ടുമെങ്കിൽ, ദുഷ്പുത്രനാണെങ്കിൽ ദുർഗതിയും കിട്ടില്ലേ? പക്ഷേ എൻ്റെ ഗതിക്ക് കാരണം മറ്റാരുമല്ല, അത് ഞാൻ തന്നെയാണ്, നമ്മൾ ഓരോരുത്തരുമാണ് എന്ന സത്യാവസ്ഥ നാം മനസ്സിലാക്കണം. അതുകൊണ്ട് പുത്രനുണ്ടായാൽ ഗതിയുണ്ടെന്ന് മർത്യന്മാർ മോഹിച്ചു കൊണ്ടാടുന്നു.
പുത്രനുണ്ടാൽ വിശപ്പ് അച്ഛനടങ്ങുമോ, എത്രയാണ് അജ്ഞാനം ചിത്രം ചിത്രം. അപ്പോൾ ആത്മജ്ഞാനത്തിൻ്റെ അഭാവം കൊണ്ടാണ് ഇത്തരം അന്ധമായ വിശ്വാസങ്ങൾക്ക് അടിമപ്പെടാൻ കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേണ്ട ഉയർച്ചയ്ക്ക് വേണ്ടതെന്തോ അതെല്ലാം തന്നെ നാം തന്നെ ചെയ്തിരിക്കണം. നമുക്ക് താഴാൻ കാരണം മക്കളുടെ ദുഷ്പ്രവൃത്തിയല്ല, നമ്മുടെ ദുഷ്പ്രവൃത്തിയാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ. നാം നമ്മെ താഴ്ത്തരുത്, നമ്മെ നാം ഉയർത്തുകയാണ് വേണ്ടത്. ഉദ്ധരേത് ആത്മാനാം അവസാദയേ എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ നമ്മോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നാം നമ്മെ തന്നെ ഉയർത്തണം, ഒരിക്കലും നാം നമ്മെ താഴ്ത്തരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. താഴ്ത്തുന്ന മനസ്സാണ് നമ്മുടെ ശത്രു, ഉയർത്തുന്ന മനസ്സാണ് നമ്മുടെ ബന്ധുവായിരിക്കുന്നത്. ഈ ബോധം നമ്മളിൽ വളരാൻ ഈ സുഭാഷിതം നമ്മൾ നിരന്തരം മനനം ചെയ്യുക തന്നെ വേണം. അല്ലെങ്കിൽ നാം മടിയന്മാരും അലസന്മാരുമായി നമുക്ക് വേണ്ടതൊന്നും ചെയ്യാതെ വെറും വിഷയ ലോലുപരായി മാത്രം ജീവിച്ച് കാലം കഴിക്കുന്നു.